ഗ്രൂപ്പിന്റെ സാരഥി കൂടിയാണ്. മേനോൻ ഗ്രൂപ്പ് എന്ന വലിയൊരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ. പ്രഭാകരൻ ചെയ്യുന്ന തെറ്റും ശരിയുമൊക്കെ ആ ഷിപ്പിന്റെ സുഗമമായ യാത്രയെ ബാധിക്കും. എനിക്കറിയാൻ വക്കീലേ, താൻ പറയുന്നതൊക്കെ ശരിയാണ്. എന്നാൽ ആ ക്യാപ്റ്റനും കാണില്ലയുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ. ഹീ ഈസ് നോട്ട് എ മെഷീൻ. ശില്പയുടെ പിറകെ കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുകയാണ് ആ മിശ്ര. അയാളുടെ കയ്യിൽ നിന്ന് എന്റെ മോളെ രക്ഷിക്കുക എന്നതാണ് പ്രധാനം. അതിനിടയിൽ മറ്റുള്ളതൊക്കെ ഞാൻ മറന്നുപോകുന്നതോ? പ്രഭയെ കുറ്റപ്പെടുത്തിയതല്ല. ഇന്നത്തെ കോമ്പറ്റീഷനിൽ ശ്രദ്ധയൊന്ന് പാളിയാ മതി ബിസിനസ് കുറയാൻ. മേനോൻ ഗ്രൂപ്പ് വളർത്തിയെടുക്കാൻ പ്രഭ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് മാത്രം നിലനിർത്തി ബാക്കിയുള്ള ഷെയറുകൾക്ക് വിൽക്കാമെന്ന് തീരുമാനിച്ചത്. ഉള്ളതൊക്കെ മതിയുടെ വക്കീലേ. ഞാൻ ആർക്കു വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എന്റെ മോളുടെ അവസ്ഥ കണ്ടില്ലേ? ഒരു വിവാഹമൊക്കെ കഴിച്ച് രാജകുമാരിയെ പോലെ കഴിയേണ്ടതായിരുന്നില്ലേ? എന്നിട്ടിപ്പോ ഒരു കുറ്റവാളിയെ പോലെ എനിക്ക് അവളെ എന്നിൽ നിന്ന് അകറ്റേണ്ടി വന്നു. പണവും പത്രാസൊക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. മനസമാധാനം കിട്ടാൻ യോഗം വേണം. കേസിന്റെ കാര്യം ഓർത്താണ് പ്രഭയുടെ വേവലാതിയെങ്കിൽ അത് വേണ്ട. ആ മിശ്രയുടെ ലക്ഷ്യം പണം മാത്രമാണ്. എനിക്കറിയാം. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാടുന്ന ഹേമയുടെ അവസാനം അറിയാൻ കാത്തിരിക്കുകയാണ് അയാൾ. ഹേമയുടെ മൊഴിയോ അവളുടെ മൃതശരീരമോ വേണം അയാൾക്ക് എന്നോട് വിലപേശാൻ. ഡോക്ടർ മൂർത്തിയുമായി ഞാൻ സംസാരിച്ചു. ഫർദർ ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിലും അപകടനില തരണം ചെയ്ത് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനിൽ ശില്പയ്ക്കെതിരായി മൊഴി നൽകുമെന്ന് ഭയപ്പെടുക വേണ്ട. ഈ സിറ്റുവേഷനിൽ മിശ്രയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തൊക്കെയായാലും കേസ് നിലനിൽക്കില്ലേ? മിശ്ര വിചാരിച്ചാൽ ഏത് വഴിക്കും അന്വേഷണം തിരിച്ചുവിടാൻ കഴിയും. ശില്പയ്ക്ക് ഒരു മുൻകൂർ ജാമ്യം എടുത്താലോ? വരട്ടെ, ഞാൻ പറയാം. ഞാൻ ആലോചിച്ചത് മറ്റൊരു സാധ്യതയെക്കുറിച്ച്. ഹേമയെ നാട്ടിലേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിയാലോ? ഗോപിയും ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഹേമ പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതുവരെ മുംബൈ വിട്ട് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രയോജനം ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച പോരെ? യെസ്, യു ആർ റൈറ്റ്. കുറച്ചു നാളത്തേക്ക് മിശ്രയുടെ ശല്യം ഒഴിവാക്കുകയും ചെയ്യാം. ബട്ട് മൂർത്തി സമ്മതിക്കണ്ടേ? അതിനെക്കുറിച്ചൊന്നും പ്രഭ ആലോചിക്കണ്ട. സമ്മതിക്കാതിരിക്കാൻ ഒരു കാരണമില്ലല്ലോ. അയാളുടെ മെഡിക്കൽ എത്തിക്സിനെതിരായി ഒന്നും ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നാട്ടിലെ കാര്യങ്ങളൊക്കെ ജോൺ ശരിയാക്കും. എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ നമുക്ക് ഹേമയെ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ. വിധിയുടെ വിളയാട്ടം കണ്ടോ വക്കീലേ? എന്റെ മകളുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ മൊഴിയിലാണ് അവളുടെ ജീവിതം. ഹേമ കണ്ണു തുറന്നാൽ ശില്പയ്ക്കെതിരെ മൊഴി കൊടുക്കും. അതുറപ്പാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം നടക്കണം. പ്രഭ ഇങ്ങനെ ടെൻഷനായാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. മനസ്സ് തളരുമ്പോഴാണ് ചിന്തിക്കാനുള്ള ശേഷി കുറയുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. പ്രഭ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. ഞാനുണ്ടാവും കൂടെ.